പറ്റില്ല പറ്റില്ല പറ്റില്ല. ഭാഗ്യവാൻ, എനിക്ക് സന്തോഷമായടാ. എനിക്കാണെങ്കിൽ മുറുക്കാൻകിട മുതൽ സകല കടയിലും പറ്റാണ്. നിനക്കെങ്കിലും പറ്റില്ലല്ലോ, സന്തോഷമായി. അയ്യോ, ആ പറ്റിന്റെ കാര്യമല്ല, പിന്നെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന്. എന്തോന്ന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന്? അയ്യോ ശാസ്ത്രജ്ഞ, ഒരു റേഷൻ ഏരിയയുടെ വലിപ്പേ ഉള്ളൂ, അവന് കോൺസെൻട്രേഷൻ കിട്ടണില്ലെന്ന്. എന്നെ കളിയാക്കരുത് കേട്ടാ. ഞാൻ കുടലുമാല കുത്തി ഒരു തുമ്മല് തുമ്മിയപ്പോ തെറിച്ച തെറുപ്പ് കണ്ട ഇവനാണ് എന്റെ കുടലുമാല എടുക്കാൻ വരണത്. ചേട്ടാ അയ്യോ, എന്റെ പൊന്നി ചേട്ടാ, ആ ജലപീരങ്കി ഒന്ന് എടുത്ത് മാറ്റി. എന്നാലേ എനിക്ക് എന്തിനു പറയാൻ പറ്റത്തുള്ളൂ. എടാ, നിന്റെ പ്രശ്നം എന്തോന്ന് അത് പറ. ചേട്ടാ, ഇവിടെ ഒരു സിംഹം ഉണ്ടല്ലോ. അത് നീ പറയാതെ എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു സിംഹമാണ്, സംഗീതത്തിലെ സിംഹം എന്ന് പറ. അയ്യോ, സിംഹമാക്കാൻ പറ്റിയൊരു ചളക്ക്. എനിക്കൊരു സെൽഫി എടുക്കണം കേട്ടാ. എന്ത്, വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനാ? അല്ലല്ല, പിന്നെ ഞാൻ ആദ്യമായിട്ടാ ഒരു ഗർഭിണിയായ സിംഹത്തെ കാണുന്നത്. അടിച്ച് വിട്ടേര്. അത് കാര്യം പറയടാ അങ്ങോട്ട്. ഇതിന്റെ പൊന്നി ചേട്ടാ, ഇവിടെ ഒരു നമ്മുടെ ഒരു സിംഹം ഉണ്ടല്ലോ, കൂടി കിടക്കുന്ന നിൽക്കും. അത് ഭയങ്കര ബഹളം. ആ ബഹളം കാരണം എനിക്ക് ഗൂഗിള് വായിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്തോന്ന്? ഗൂഗിള് വായിക്കാൻ പറ്റുന്നില്ലെന്ന്. നീ മറ്റേ ചുണ്ടത്ത് വെച്ച് ഇങ്ങനെ ആ വായിക്കണം. ഗൂഗിള് നമ്മുടെ 10-30 വർഷമായി ചുണ്ടിൽ വെച്ച് വായിക്കാൻ തുടങ്ങിയിട്ട് കൂഗിളന്ന്. എടാ, കൂഗിളല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഗൂഗിൾ. മനസ്സിലായോ? ഗൂഗിൾ. അതാണ് സാധനം. നീ മറക്കരുത്. പറ, നിന്റെ പ്രശ്നം പറ. എന്റെ പൊന്നിയേട്ടാ, എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തോ തീരുമാനം? എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇനി വായിക്കുന്നതല്ല. അങ്ങനെയൊന്നും പറയരുത്, അത് മോശമാണ്, അങ്ങനെ പറയരുത്. അല്ലേ ആറുമുഖ, അത് ഇല്ലില്ല, അല്ല, അത് മോശം. ഇനി ആരൊക്കെ പറഞ്ഞാലും, ഇവര് ഡയറക്ടർ അല്ല, പ്രൊഡ്യൂസർ അല്ല, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല. എടാ, അത് വേണ്ട. ഹലോ, കുറെ നേരം തുടങ്ങണ്ടേ, എപ്പിസോഡ് തുടങ്ങണ്ടേ? നീ പറയാ. ശരി, ഓക്കെ, റെഡി, ആക്ഷൻ. ആക്ഷൻ സാർ. എന്താ ജയചന്ദ്രൻ നിന്ന് കറങ്ങുന്ന, എപ്പിസോഡ് തുടങ്ങണ്ടേ? കുറെ സമയമല്ലോ, ഇന്ന് ലേറ്റ് ആക്കാണ് പരിപാടി. ഇല്ല സാർ, എല്ലാത്തിനും കൂടെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുമാരത്തെ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ജീവിക്കണ്ട ചേട്ടാ. Good evening all and welcome to Grand Magical Circus. ഹലോ ഒന്ന് ഛർദിക്കണം. ബാക്ക് സൈഡിലോട്ട് എവിടേക്കെങ്കിലും പോയിട്ടാ? അതല്ല, പിന്നെ ഇവിടെ ഛർദിക്കണമെന്ന്. അവിടെ ഛർദിക്കല്ലേ, ഫ്ലോർ അല്ലേ? ഇവിടെ ഛർദിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുമോ? പുറത്തോട്ട് പോയി ഛർദിക്ക്. ആരോട് പറയാൻ? ഇത് പറഞ്ഞോട്. അദ്ദേഹം വിചാരിച്ചതല്ല, ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഞങ്ങളെ കൂടെ അതാണ്. ശ്രദ്ധിക്കണം. കാര്യം എന്താ അറിയോ? കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് മത്തങ്ങ അല്ല, ഇതുണ്ടല്ലോ, ഇത് വെള്ളരിക്ക അല്ല, അതുണ്ടല്ലോ, അത് മുരിങ്ങയ്ക്ക അല്ല. ചേട്ടാ, ശ്രീനിവാസനെ പോലെ ശ്രീനിവാസന്റെ ഡയലോഗ് പറയാണോ? ശ്രീനിവാസന്റെ എന്റെ ശബ്ദം തന്നെ. എന്റെ ശബ്ദം തന്നെ അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അത് ഇതിന്റെ തൊട്ട് പുറയിൽ ഒരു സിംഹത്തിനെ കൊണ്ടൊന്ന് കൂട്ടിനകത്ത് ഇട്ടേക്കുന്നില്ലയോ? സിംഹം. ആ സിംഹം മുരളി. ആ സിംഹം മുരളിയല്ല, അതിന്റെ പേര് ടിൻഡു. അതല്ലെന്ന് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാന്ന് പറഞ്ഞ അതല്ല. ആ സിംഹം അവിടെ ടിൻഡു. അതിന്റെ പേരെന്താന്ന് പറഞ്ഞത്? ടിൻഡു മുരളി. ടിൻഡു മുരളിയാ? അതായത് ഈ ടിൻഡു എന്ന് പറയുന്ന സിംഹത്തിന്റെ അച്ഛൻ മുരളി, അപ്പൊ ടിൻഡു മുരളി. എഴുതിയെടുത്തോ കേട്ടോ, ഇതങ്ങ് എഴുതിയെടുത്തു. വേദവാക്യം അതല്ല. ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനായത്? അതല്ലെന്ന് പറഞ്ഞത്. ഈ പുറയിലൊരു സിംഹം വന്ന് കിടപ്പുണ്ടല്ലോ, ഇങ്ങോട്ട് വാ. ഈ സിംഹം ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ, ആ സിംഹം അവിടെ കിടന്നിട്ട് എങ്ങനെ ആക്കുന്നു? അതെന്തേലും കഴിച്ചതായിരിക്കും. ഇത് എന്റെ പിള്ളേരെ പോട്ടണോ, അല്ലെങ്കിൽ ഈ പുല്ലെല്ലാം കൂടെ വാരി എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. അതല്ല, ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനെന്ന് പറഞ്ഞു. അതല്ലെന്ന് പുറകെ ഒരു സിംഹം കിടപ്പില്ലേ ഉണ്ട്, അത് സംസാരിക്കുന്നെന്ന്. സംസാരിക്കോ? അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോറിൽ കൊണ്ടുവന്ന് അതിനെ സംസാരിപ്പിക്കണം. പരാജയങ്ങൾ ഉണ്ടാവല്ലോ. അതല്ല, ഇതൊന്നും പറഞ്ഞു കൊടുക്കണ ആരല്ലോ. ഇതിന്റെ സിംഹം കിടന്നോണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കത്തില്ലേ? ഒന്ന് ശബ്ദം ഉണ്ടാക്കത്തില്ലയോ? സിംഹം അലർച്ച. ഇങ്ങനെ ഞാൻ നോക്കിയോ? അതാണോ? ഇതിലിപ്പോ സിംഹമായിരുന്നു കേട്ടോ. അതല്ല, അതങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺസ്റ്റബിൾ കിട്ടുന്നില്ല.
പോലീസ് കലാമേളയാണ് അത് കോൺസ്റ്റബിൾ കിട്ടാൻ. ശ്ശോ, ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന അത് അത് കോൺസെൻട്രേഷൻ കിട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കിട്ടത്തില്ല. കോൺസെൻട്രേഷൻ. ഓ, ഇതിന്റെ ശബ്ദം കാരണം ചേട്ടന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ആ, അതാ ട്രെയിനറോട് പറഞ്ഞാ പോരെ. ട്രെയിനകത്ത് എന്ന് പറയണമെന്നോ? ശ്ശോ, അത് അവിടെ നിന്നും പോയല്ലോ ചേട്ടാ. ഇതിന്റെ ട്രെയിനർ ഉണ്ട്, സിംഹത്തിന്റെ ട്രെയിനറെ വിളിച്ച് പറഞ്ഞാ പോരെ, അയാൾക്ക് നിയന്ത്രിക്കൂലേ അത്. ശരിയാക്കി തരുമോ? ആ. അത് ശരിയാക്കാൻ ഞങ്ങൾ ഇത് തുടങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായത് ഈ പറഞ്ഞ കോൺസ്റ്റബിൾ എന്തോ ആ സാധനത്തിന്റെ ബുദ്ധിമുട്ട് അത് ശരിയാക്കി മതി. Concentration. ആ, അത് മതി. ആ. ആ അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? തുടങ്ങട്ടെ. യെസ്. അപ്പൊ ആദ്യം ഡൽഹിന്ന് വന്ന ബാലൻസിങ് ആക്ടുകാരെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. ജ്യോതി ഓൾറെഡി അവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ അവരുടെ ഫാനായി ഇപ്പോ. എന്താ അവരുടെ പേര്? സോനു ഷിക്ക. കണ്ടോ, ബാലൻസിങ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോനു ആൻഡ് ഷിഖയായി മാറിയിരിക്കുകയാണ്. കേരളം മുഴുവനും, ജ്യോതി മാത്രമല്ല കേരളം മുഴുവൻ അവരുടെ ഫാൻസ് ആയി മാറിയിരിക്കുകയാണ്. വീണ്ടും ഫാൻസ് കൂടുമെന്നാണ് തോന്നുന്നത്. അതെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ റേറ്റിംഗും. യെസ്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്